കേരളത്തിൽ 21 മന്ത്രിമാരുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 21 മന്ത്രിമാരിൽ ആരായിരിക്കും ഈ 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ ആകാൻ പോകുന്നത്? ഒരു ഒരു ഹാർഡ് ചോദ്യം തന്നെയാണ്. 21 മന്ത്രിമാരും നല്ല മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം കൊടുക്കണം. ആദ്യത്തെ ഒരു വർഷം വേണമെങ്കിൽ നമുക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കിയ ശേഷം ഇവരിൽ എല്ലാവരിലും നോക്കിയിട്ട് ആരായിരിക്കും മികച്ച മന്ത്രി എന്ന് തീരുമാനിക്കാം. അതിനു മുൻപ് തന്നെ വളരെ കോൺഫ്ലിക്ട്സ് നിറഞ്ഞ അല്ലെങ്കിൽ കുറെ കടമ്പകളുള്ള കുറെ വകുപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മറികടക്കുക എന്ന് പറഞ്ഞാൽ ഈ നോർമലിൽ നിന്ന് അപ്പുറത്തേക്കൊരു ഒരു നേതൃപാഠവും വേണം. അത് ഈ ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം, ഈ സംഭവങ്ങളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പുകളെല്ലാം വളരെ ദുർഘടം പിടിച്ച വകുപ്പുകളാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. അല്ല, എല്ലാ വകുപ്പുകളും ദുർഘടം തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗതാഗതം ദുർഘടമാണ്. വൈദ്യുതി മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ചീത്തോളി ആദ്യം കേൾക്കാൻ പോകുന്നത് വൈദ്യുതി മന്ത്രിക്ക് തുടങ്ങി ലോഡ് ഷെഡിങ് എന്നുള്ള ട്രോളുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വകുപ്പാണ്. അപ്പോ അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം എടുത്തോട്ടെ, ഉന്നത വിദ്യാഭ്യാസം എടുത്തോട്ടെ, എന്ത് തന്നെയായാലും ജലവിതരണമാണെങ്കിലും സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിനനുസരിച്ച് പ്രാതിനിധ്യം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. പിന്നെ നമ്മൾ ഈ ആരോഗ്യ വകുപ്പിന്റെ കാര്യമൊക്കെ പറയുക എന്ന് വെച്ചാൽ ആരോഗ്യ വകുപ്പിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒരു 15 വർഷം പുറകിലോട്ട് വലിച്ചിഴച്ച് കൊണ്ടുനിന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് ഓൾറെഡി പിന്നോട്ട് പോയ 15 വർഷങ്ങൾ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ഓരോ വർഷം ആഡ് ഓൺ ചെയ്യുകയും വേണം. ഏറ്റവും അതിനൂതനമായ കാര്യങ്ങൾ ഉൾപ്പെടേണ്ട ഒരു വകുപ്പാണ്. അതുപോലെ തന്നെ പാളിച്ചകൾ സംഭവിക്കാതിരിക്കുക, ഡോക്ടേഴ്സിന്റെ എഫിഷ്യൻസി കൂട്ടുക, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുക, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാലറി ഫിക്സ് ചെയ്യുക, അങ്ങനെ കുറെ കടമ്പകൾ അതിലുണ്ട്. അതുപോലെ തന്നെ ജീവന്റെ കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഈ പറഞ്ഞ ആരോഗ്യമാണെങ്കിൽ പോലും ഒരു ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടായിരിക്കും പൊതുജനം പ്രതികരിക്കുക. അപ്പോൾ ഈ വൈകാരികമായ കാര്യങ്ങളെ കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ ജനത്തിനൊരു ആസ് ഹ്യൂമൻസ് അവർക്കൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം വളരെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടി വരും. ഒരു പാളിച്ച സംഭവിച്ചാൽ പോലും അതൊരു വലിയ ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ MLA ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ AI മന്ത്രിയാണ്. ആദ്യമായിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ AI ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മന്ത്രി കൂടിയാണ്, ആദ്യമായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അത് പാളി പോകില്ല എന്നുള്ള എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം. എക്സ്പീരിയൻസ് മാത്രമല്ല, അദ്ദേഹം ഇതിനു മുമ്പിട്ടും വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ടെക്നോ പാർക്ക് അത്തരത്തിലുള്ള സംരംഭങ്ങൾ. ഇപ്പോൾ മലപ്പുറത്തെ തന്നെ ഒരു ഇത് ഡിജിറ്റൽ ഹബ്ബാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ള വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ ടെക്നോ പാർക്ക് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ്. അപ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ടെക്നോളജി കൊടുത്തുള്ള പ്രാധാന്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രിയൽ രംഗങ്ങൾ കേരളത്തിലേക്ക് വന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം AI കൂടെ അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ, AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കൺസെപ്ഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു രീതിയാണ്. പക്ഷേ നാളെയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ പണം മുടക്കുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും അമേരിക്കയും ചൈനയും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ ടെക്നോളജി തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പണം മുടക്കാൻ നിൽക്കുന്നത് ദുബായ് പോലുള്ള രാജ്യങ്ങളാണ്. അവിടെ കാരണം ഈ പ്രീ ഓയിൽ കൺസംപ്ഷൻ, അതായത് ഓയിലിൻ്റെ ഒരു കാലഘട്ടം തീരുകയാണ്, എണ്ണയുടെ ഒരു കാലഘട്ടം തീരുകയാണ്. കാരണം യുദ്ധം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എഥനോളുമായി മിക്സ് ചെയ്യുന്ന പുതിയ പമ്പ് ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ പുതിയ പമ്പ് വന്നിട്ടുണ്ട്. 80% എഥനോളാണ്. അപ്പോൾ എണ്ണയുടെ ഒരു കാലഘട്ടം കഴിയുകയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അവിടേക്ക് വരുന്നൊരു പണച്ചെലവ്, വലിയൊരു പണച്ചെലവിൻ്റെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഡാറ്റകൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ നമുക്കൊന്നും ഒരു ഡാറ്റ ഹബ് ഉണ്ടാക്കാൻ പോലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ അല്ല, അത് ഉണ്ടാക്കാൻ തന്നെയാണെങ്കിൽ വലിയ കോടാനുകോടി രൂപകൾ വേണം. അത് ഇന്ത്യ രാജ്യം മൊത്തത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അവിടെയാണ് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ഒരു AI മന്ത്രി ഉണ്ടാകുന്നത്.
സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് അതെ, അദ്ദേഹത്തെ ഈ പറഞ്ഞ കടമ്പകൾ ഏറെ കടക്കാനുണ്ടെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് എത്തിയാൽ എംപ്ലോയ്മെന്റിന്റെ വലിയൊരു സാധ്യതയാണ് അവിടെ തുറന്നു വയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുവിധം പലരും, ഒരു വലിയ ശതമാനം യുവാക്കളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ AI അധിഷ്ഠിതമായിട്ടുള്ള വലിയൊരു ഒരു ഒരു ഏരിയ തന്നെ തുറന്നു കിട്ടുകയാണെങ്കിൽ കുറെ പേർക്ക് എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു സാധ്യതയും കൂടെ തുറന്നു കിട്ടുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ ഒരു വകുപ്പ് കിട്ടിയാൽ അത് മികച്ച രീതിയിൽ പോകും എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരാളുണ്ട്, മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ആയിട്ടല്ല നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് ധനമന്ത്രിയല്ല, അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. ഈ നാടിന്റെ മുഴുവൻ, അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞാണ്, ഈ നാടിന്റെ മുഴുവൻ ഈ ജലഗതാഗതത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പോർട്ടൽ സംവിധാനം. അതായത് ചെറിയ ചെറിയ നദികൾ, അങ്ങനെയുള്ള വഴികളിലൂടെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ വഴിയാണ് ഇപ്പോഴും പല സാധനങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോർട്ടുകൾ വഴി വരുന്ന സാധനങ്ങൾ പിന്നീട് കണ്ടെയ്നറിലൂടെയാണ് പോകുന്നത്. അതിന് പകരം മുഴുവൻ ജലഗതാഗതത്തിലൂടെ ആക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വകുപ്പ് അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചത്. അപ്പോൾ വലിയ മാറ്റങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ആ വിഭാഗത്തിന്റെ മന്ത്രി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ വേറെ കുറേ മന്ത്രിമാരുണ്ട്. ഇപ്പോൾ മോൻസ് ജോസഫ് തന്നെ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുല്ലപ്പെരിയാർ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തമിഴ്നാടിനോട് ചർച്ചയ്ക്ക് പോകുമെന്നാണ്. അപ്പോൾ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു മഴ, ഇന്ന് മഴക്കാലമാണ്, ഈ ആദ്യം വരുന്ന വാർത്ത എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു, 138 അടിയിലേക്ക് ഉയർന്നു. മുല്ലപ്പെരിയാർ പൊട്ടുമോ? എല്ലാവർക്കും ഭയമാണ്, മഴ ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി തമിഴ്നാടുമായി ചർച്ചയ്ക്ക് പോകാൻ പോകുന്നു. അതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ്. ഇപ്പൊ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒന്നും ആകാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാടിനോട് സംസാരിച്ച് നല്ലൊരു രീതിയിൽ അത് സെറ്റിൽമെന്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മൾ പറയാതെ പോകുന്ന ഒരുപാട് മന്ത്രിമാരുണ്ട്. ഇവരുടെ എല്ലാം വകുപ്പുകളും ജനീഷിനെ പോലെ, ബിന്ദു കൃഷ്ണയെ പോലെ, ഇവർക്കെല്ലാം ഈ പറഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസ് നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അറിയുന്നവരാണ്. ഇതെല്ലാം അവർക്ക് കിട്ടിയ വകുപ്പുകളുമായി ഒന്ന് പൊരുത്തപ്പെട്ടു വരാനുള്ള സമയമാണ് എടുക്കുന്നത്. ഇവരെല്ലാം തന്നെ മികച്ച മന്ത്രിമാർ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആദ്യത്തെ ഒരു 10 ദിവസം കൊണ്ട് തന്നെ മികച്ചതാണ് എന്ന് തെളിയിക്കുന്ന കുറെ വാർത്തകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടു. അതേപോലെ ആഭ്യന്തര വകുപ്പിൽ ഒറ്റ ദിവസം കൊണ്ട്, അത് ഈ ഒരാഴ്ച കാലം കൊണ്ട് ഏറ്റവും കൂടുതലും പ്രമോഷൻ ഈ സ്കോർ ചെയ്തത് പ്രമോഷൻ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രമോഷൻ, അതായത് പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതും സാധാരണ ജനങ്ങൾ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് യഥാർത്ഥ PR എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങളാകണം ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ PR. അത് ഈ സർക്കാരിൽ ആദ്യം തെളിയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. എല്ലാ ജനങ്ങളെയും കൊണ്ടും, അത് CPM-ലെ ആണെങ്കിലും BJP-ലെ ആണെങ്കിലും രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളെ കൊണ്ട് പോലും കൈയടിപ്പിക്കുന്ന രീതിയിലേക്ക് രമേശ് ചെന്നിത്തല മാറിയിട്ടുണ്ട് ഈ 10 ദിവസം കൊണ്ട്. അത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ആദ്യം ഗോളടിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ് എന്ന് വേണമെങ്കിൽ പറയാം.